അപ്പം 12 മാർക്കാണ് നമ്മൾ ഈ ഒരു ഏരിയ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം 12 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബേസ് ലെവൽ എക്സാം ആണ്, മീൻസ് ഒരു IT ലെവൽ എക്സാം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം വരത്തുള്ളൂ, അതിന് മേളിലേക്ക് ക്വസ്റ്റ്യൻസ് വരത്തില്ല. തിയറി ക്വസ്റ്റ്യൻസ് കാണും, അതുപോലെ തന്നെ പ്രോഗ്രാം തന്നിട്ട് ഔട്ട്പുട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കാണും. കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, നമ്മൾ നമ്മുടെ അവസാനത്തെ ക്ലാസ്സിൽ ഡിസ്കസും ചെയ്തതാണ്. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹോളിൽ എത്ര സീരിയസ്നെസ് നിങ്ങൾ കാണിക്കുന്നുണ്ടോ അത്രയും സീരിയസ്നെസ് ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണിക്കുക. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ എക്സാം ഹോളിൽ കറക്റ്റ് ആൻസർ കിട്ടാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുക. അപ്പൊ അത്രയും സീരിയസ്നെസ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണിക്കുക. ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്ത് വരും, ഓപ്ഷൻസ് കാണും, നിങ്ങൾ ഏത് ഓപ്ഷൻ ആണെന്നുള്ള കാര്യം ചാറ്റ് ബോക്സിലേക്ക് ഇടുക. സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, മീൻസ് കോഡ് വന്നിട്ട് ഔട്ട്പുട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല, എക്സാക്ട് ആൻസറിൽ എത്താൻ ശ്രമിക്കുക, പെട്ടെന്ന് ചാടിക്കറി ആൻസർ ചെയ്യുകയും ചെയ്യും. തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് ഓരോന്ന് വരും, ഓപ്ഷൻസ് വരും, റൈറ്റ് ആൻസർ എന്താണെന്നുള്ള കാര്യം ചാറ്റ് ബോക്സിലേക്ക് ഇടുക. നിങ്ങൾ കുറച്ചു നേരം ഇട്ടതിന് ശേഷം ഞാനത് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ അത്രയും സീരിയസ്നെസ് നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കണം. ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഇസ് ദ ഡിഫോൾട്ട് വാല്യൂ ഓഫ് എലമെന്റ്സ് ഇൻ എ ലോക്കൽ ഇന്റിജർ അറേ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നത് 0, ഓപ്ഷൻ ബി പറയുന്നത് ഗാർബേജ് വാല്യൂ, ഓപ്ഷൻ സി പറയുന്നത് -1, ഓപ്ഷൻ ഡി നൾ എന്നാണ്. ആൻസർ കിട്ടുന്നവരൊക്കെ ചാറ്റ് ബോക്സിലേക്ക് ഇടണേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, വാട്ട് ഇസ് ദ ഡിഫാൾട്ട് വാല്യൂ ഓഫ് എലമെന്റ്സ് ഇൻ എ ലോക്കൽ ഇന്റിജർ അറേ. ഒരു ഫംഗ്ഷനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇന്റിജർ അറേയിൽ ഡിക്ലറേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫാൾട്ട് വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻഡി ഓഫ് 5 ഇങ്ങനെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാം എ എന്ന് പറയുന്ന അറേക്ക് വാല്യൂ എലമെന്റ്സ് വരുന്നത് 0, 1, 2, 3 and 4 ആണ് വരുന്നത്. ഓക്കെ, ഈ എലമെന്റ്സ് എല്ലാം എന്ത് തന്നെ ആയിരിക്കും, ഗാർബേജ് വാല്യൂസ് തന്നെ ആയിരിക്കും. GB ഞാൻ എഴുതിയിരിക്കുന്ന ഗാർബേജ് വാല്യൂ ആണ്, ഗാർബേജ് വാല്യൂ ആണ്. അതേസമയം ഒരാളെങ്കിലും നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ 0 ആയിരുന്നു. അത് ഞാൻ എടുത്തെടുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമുക്ക് എന്ത് വരുന്നത്, ആൻസർ വരുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവർക്കും അത് ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്തത് ഒരു പ്രോഗ്രാം കോഡ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു വേണം ആൻസർ ചെയ്യാനായിട്ട്. ആൻസർ കിട്ടുന്ന ഒരു ചാറ്റ് ബോക്സിലേക്ക് ഇടണേ. കോഡ് നന്നായിട്ട് നോക്കുക. ഓപ്ഷൻ സി കുറെ പേര് പറയുന്നുണ്ട്, വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടണം. ഓപ്ഷൻ സി ആണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഓപ്ഷൻ സി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇൻഡ് x = 10. അപ്പൊ ഞാൻ എഴുതി എക്സിന്റെ വാല്യൂ എത്രയാണ്, 10 ആണെന്ന് എഴുതി. അടുത്തത് വൈൽ x - -0. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് x എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, വേറൊരു പേരിലേക്ക് പിടിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ കോഡ് ഇങ്ങനെ മാറ്റി വൈൽ p > 0 എന്നാക്കി. അപ്പൊ ഇനി p എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ആൻസർ ഇതാണ്, p = എന്താണ്, x - ആണ്. പ്രിന്റ് ചെയ്യുന്നതിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, പ്രിന്റ് %d x എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം എക്സ് അല്ലെ, x = എത്രയാണ് വന്നിരിക്കുന്നത്, 10 ആണ് വന്നിരിക്കുന്നത് അല്ലെ. അടുത്ത എന്താണ്, p > 0 ആണെന്ന് നോക്കാം. p എന്താണ്, p = x - ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p = x ആണ് അല്ലെ. സെക്കൻഡ്, അപ്പം p യുടെ വാല്യൂ എത്രയായിട്ട് മാറും, p യുടെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ x ന്റെ ഒരു 10. അത് കഴിഞ്ഞിട്ട് x എന്ത് സംഭവിക്കും, x = x - 1. അപ്പൊ x എത്രയായിട്ട് മാറും, 9 ആയിട്ട് മാറും. അപ്പം p യുടെ സ്ഥാനത്ത് വരുന്ന വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ p യുടെ സ്ഥാനത്ത് വരുന്ന വാല്യൂ എത്രയാണ്, 10 തന്നെയാണ്. 10 > 0 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും, ഇപ്പോഴത്തെ x മാറിയിട്ടുണ്ടായിരുന്നേ 10 ൽ നിന്ന് 9 ആയിരുന്നു. ഇപ്പോഴത്തെ എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ചെയ്യും. അപ്പൊ ഔട്ട്പുട്ടിൽ വരുന്ന വാല്യൂ എത്രയാണ്, ഔട്ട്പുട്ടിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. ഇനി എന്ത് ചെയ്യും, ലൂപ്പ് നമുക്കറിയാം, പിന്നെ വന്നിട്ട് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അഗൈൻ എന്താ നോക്കുന്നത്, p > 0 ആണെന്ന് നോക്കും. അപ്പൊ നമുക്കറിയാം p = എന്താണ്, x - ആണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, p എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോഴത്തെ എക്സിന്റെ വാല്യൂ എത്ര വരും, 9 വരും അല്ലെ. അടുത്ത എന്താണ്, x ഒന്ന് ഡിക്രിമെന്റ് ചെയ്ത് 8 ആയിട്ട് മാറും. അപ്പം x 8 ആയിട്ട് മാറി, p യുടെ സ്ഥാനത്ത് എത്ര വരുന്നത്, 9 ആണ് വരുന്നത്. 9 > 0 കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ അകത്ത് കയറിയിട്ട് ഇപ്പോഴത്തെ എക്സിനെ പ്രിന്റ് ചെയ്യാം. അപ്പൊ 8 വരും അല്ലെ. അപ്പൊ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് തന്നെയാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ, സി അല്ല. ക്ലിയർ ആണോ? സർ ഒന്നുകൂടി പറയുക, അത് നെറ്റ് സ്ലോ ആണ്. ഓക്കെ, ഒന്നുകൂടെ നിങ്ങൾ നോക്കിക്കോ. നമ്മൾക്ക് ഈ പറയുന്നതൊക്കെ എന്താണ്, നമുക്ക് ഈ പറയുന്ന x - അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് വേറൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക. അല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള ഒത്തിരി പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നമ്മളെ തെറ്റിക്കാൻ തന്നെയാണ് ഈ പറയുന്ന മിക്ക ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, x = 10 എന്നല്ലേ. അപ്പൊ ഞാൻ എഴുതി എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് എഴുതി, 10 എന്നാണെന്ന് എഴുതി. അടുത്ത എന്താണ്, വൈൽ അല്ലെ. ഞാൻ ഈ x - ന്റെ ഞാൻ p എന്ന് എഴുതി, p > 0 എന്നാണ്.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ ഞാൻ എന്ത് എഴുതി, പ്രിന്റ് പെർസെൻറ്റേജ് വി എക്സ് എന്ന് എഴുതി. ഓക്കെ, അപ്പം ഇവിടെ പി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പി എന്ന് പറയുന്നത് എന്താണ്, എക്സ് മൈനസ് മൈനസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പി ഈക്വൽ ടു എക്സ് മൈനസ് പറഞ്ഞതിന്റെ മീനിങ് എന്താണ് അല്ലെ, ഇത് 2 സ്റ്റെപ്പിലാണ് എക്സിക്യൂട്ട് ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, പി ഈക്വൽ ടു എക്സ് ആണ്. അപ്പം പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, എക്സിന് ഇക്വലന്റ് ആയിരിക്കും. അടുത്ത സ്റ്റെപ്പിലാണ് ഇത് സംഭവിക്കുന്നത്, അതായത് പോസ്റ്റ് ഡിക്രിമെന്റ് ആണ്, എക്സ് ഈക്വൽ ടു എക്സ് മൈനസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. എക്സ് 10 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പി ഗ്രേറ്റർ ദാൻ 0. പി എന്താണ്, ഇപ്പോഴത്തെ എക്സിന്റെ വാല്യൂ അല്ലെ. പി ഈക്വൽ ടു എക്സ് മൈനസ് മൈനസ് ആദ്യം എന്താണ്, പി ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ പി എത്ര വരും, 10 വരും. അടുത്ത് എന്ത് സംഭവിക്കും, എക്സ് ഒന്ന് ഡിക്രിമെന്റ് ചെയ്ത് എക്സ് 9 ആകും. അപ്പൊ എക്സ് 9 ആയി അല്ലെ. പിയുടെ സ്ഥാനത്ത് എത്ര വരുന്നു, 10. 10 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സ്വാഭാവികമായിട്ട് എന്ത് തന്നെയാണ്, കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും, എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പൊ ഔട്ട്പുട്ടിൽ ഇപ്പോഴത്തെ എക്സിന്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യാൻ. ഇപ്പോഴത്തെ എക്സിന്റെ വാല്യൂ എത്ര തന്നെ അല്ലെ. ഇനി അടുത്ത എന്താ സംഭവിക്കുന്നത്, എഗെയിൻ നമ്മൾ കണ്ടീഷൻ വന്ന് ടെസ്റ്റ് ചെയ്യും. കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, ഈ പറയുന്ന തന്നെ പി ഗ്രേറ്റർ ദാൻ 0. പി എന്ന് പറയുന്നത് എന്താണ്, പി എന്ന് പറയുന്നത് എക്സ് മൈനസ് മൈനസ് ആണ്. അപ്പം പി ഈക്വൽ ടു എന്താണ്, എക്സ് അല്ലെ. ഇപ്പോഴത്തെ എക്സിന്റെ വാല്യൂ ആണ് പിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ എത്ര വരുന്നത്, ഇപ്പോഴത്തെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 9 ആണ്. അടുത്ത സ്റ്റെപ്പിലാണ് എന്ത് ചെയ്യുന്നത്, എക്സ് ഒന്ന് ഡിക്രിമെന്റ് ചെയ്യുന്നത്, എക്സ് 8 ആവും. അപ്പൊ എക്സ് എത്രയിലേക്ക് 8. ഇവിടെ പിയുടെ സ്ഥാനത്ത് എത്ര വരുന്നത്, 9. 9 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്, ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും, എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. എക്സിന്റെ വാല്യൂ എത്ര വരുന്നത്, 8. എഗെയിൻ കണ്ടീഷൻ ട്രൂ ആണ് അല്ലെ. സോറി, എഗെയിൻ എന്ത് ചെയ്യും, കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് വരും. കണ്ടീഷൻ ടെസ്റ്റ് ചെയ്ത് എന്താണ്, പി ഗ്രേറ്റർ ദാൻ 0 അല്ലെ. പി എന്ന് പറയുന്നത് എന്താണ്, എക്സ് മൈനസ് മൈനസ് ആണ്. അപ്പൊ പി ഈക്വൽ ടു എന്താണ്, എക്സ്. അപ്പൊ പിയുടെ സ്ഥാനത്ത് വരുന്നത് എത്രയാണ്, 8. എക്സ് എന്ത് ചെയ്യും, ഡിക്രിമെന്റ് ചെയ്ത് എത്രയായിട്ട് മാറും, 7 ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയേ, പിയുടെ സ്ഥാനത്ത് എത്ര വരുന്നത്, 8. 8 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ട്രൂ ആണ്. അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും, എക്സ് പ്രിന്റ് ചെയ്യും, 7. അപ്പൊ ഈ ഒരു ഓർഡറിൽ എന്ത് വരെ പ്രിന്റ് ചെയ്യും, 0 വരെ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. ക്ലിയർ ആണോ, എല്ലാവർക്കും ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഇത് തെറ്റിപ്പോകരുത്. എല്ലാവരും ഓപ്ഷൻ സി ആണ് ചൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ പറയുന്ന ഇവിടെ തെറ്റിയെന്ന് എനിക്ക് വലിയ ഐഡിയ വന്നില്ല. ക്ലിയർ ആണോ ഞാൻ ചെയ്തത്? റിപ്ലൈ ഇടണം ചാറ്റ് ബോക്സിൽ നിങ്ങൾ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മളുടെ ഒരു അശ്രദ്ധ കാരണമാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിൽ പോകുക. അങ്ങനെ പോകരുത്. നമുക്ക് ആ 12 മാർക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടണം. നെഗറ്റീവ് ഒരു കാരണവശാലും കയറി പോവുകയും ചെയ്യും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ഈ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. കാര്യം വെച്ചാൽ സിന്റാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഓപ്ഷൻ ബി കുറെ പേര് പറയുന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്കൊന്ന് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ കറക്റ്റ് സ്ട്രിംഗ് ഡിക്ലറേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രിംഗ് ഇവിടെ ഡിക്ലറേഷൻ വിത്ത് ഇനിഷ്യലൈസേഷൻ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്നത് ക്യാരക്ടർ എസ് അല്ലെ, ഈക്വൽ ടു ഹലോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ വേരിയബിൾ ആണ്. അതിനകത്തേക്ക് ഹലോ എന്ന് പറയുന്ന സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ SELLO നൾ ക്യാരക്ടർ ഇത്രയും സ്റ്റോർ ചെയ്യണം. അത്രയും പറ്റില്ല. ഇവിടെ ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഓപ്ഷൻ എ എന്താണ്, തെറ്റാണ്. ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ എസ് അല്ലെ ഒരു അറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് സ്റ്റോർ ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, വന്നിരിക്കുന്ന ക്യാരക്ടർ എത്ര എണ്ണം ഉണ്ടോ അത്രയും സ്റ്റോറായി നൾ ക്യാരക്ടറിന്റെ സ്റ്റോർ. അപ്പൊ ഫസ്റ്റ് ലൊക്കേഷനിൽ H, അടുത്ത ലൊക്കേഷനിൽ E, അടുത്തത് L, അടുത്തത് L അല്ലെ, അടുത്തത് O അല്ലെ, അടുത്ത എന്താണ്, നൾ ക്യാരക്ടർ ആണ് ഇവിടെ വരിക. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. പിന്നീട് നമ്മൾ അടുത്ത എന്താണ്, സ്ട്രിംഗ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് നമുക്ക് ഇവിടെ ഡയറക്ട്ലി അവൈലബിൾ അല്ല. ദെൻ ക്യാരക്ടർ മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് മാറിപ്പോയി, സ്ക്വയർ ബ്രാക്കറ്റ് വേണം കൊടുക്കാനായിട്ട്. ഇവിടെ എന്താ, നോർമൽ ബ്രാക്കറ്റ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ ഓപ്ഷൻ ബി ആണ് നമുക്ക് എന്ത് വരുന്നത്, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ആരുടെ മൈക്ക് ഓൺ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, അതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. അപ്പം സിന്റാക്സ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ സിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റു ലാംഗ്വേജിലും കിട്ടും. ഫോർ എക്സാമ്പിൾ PHP ആണെങ്കിലും ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ആണെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന സിന്റാക്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാം. ഓപ്ഷൻസ് കൊടുത്തിട്ട് അത് നിങ്ങൾ ഇതും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ഓപ്ഷൻ കൊടുക്കാൻ വിട്ടുപോയതാണ്. ഓപ്ഷൻ ഇല്ല, നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു ഇതിന്റെ ആൻസർ എത്ര ആയിരിക്കും. ആൻസർ കിട്ടുന്നവർ ചാറ്റ് ബോക്സിൽ കിട്ടണേ. ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത റിസൾട്ട് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ചാറ്റ് ബോക്സിലേക്ക് ഇടുക. ഇതിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിക്കാൻ അറിയാമോ ഇല്ല എന്നുള്ളതാണ്. ഓപ്ഷൻ 12 ആണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. 26 സബിത പറയുന്നുണ്ട്. ഡിഫറെന്റ് ആൻസർ ആയി. അനിൽകുമാറും 12 തന്നെ നിൽക്കുകയാണ്. ശ്രീല 26 പറയുന്നു.
രണ്ട് ആൻസറുകളായിരുന്നു 26. ഓക്കെ 26. ഓക്കെ, അപ്പൊ നിങ്ങൾ കെയർഫുൾ ആയിട്ട് നോക്കുക. ഇതിനകത്ത് സിമ്പിൾ ഫംഗ്ഷന്റെ വർക്കിംഗ് നിങ്ങൾക്ക് അറിയാമെന്ന് മാത്രമായിട്ട് നോക്കിയിരിക്കുന്നത്. രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് ജമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷനും അടുത്ത മെയിൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മെയിനിൽ നിന്നാണ് എപ്പോഴും എക്സിക്യൂഷൻ തുടങ്ങുക. മെയിൻ്റെ സൈഡിൽ ഇവർ രണ്ട് ലോക്കൽ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്സ് ഈക്വൽ ടു 2 ആണ്, അടുത്ത വൈ ഈക്വൽ ടു എത്ര അവർ കൊടുത്തിരിക്കുന്നത് 5 ആണ് അല്ലെ. ഇനി നമുക്ക് ജമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, അവിടെ എക്സ് വൈ ഉണ്ട്. അപ്പൊ ആ എക്സ് വൈ ആയിട്ട് ഒരു ബന്ധമില്ല. രണ്ടും രണ്ട് ഫംഗ്ഷനകത്ത വേരിയബിൾസ് ആണ് അല്ലെ. ഇവിടുന്ന് എങ്ങനെ പാസ് ചെയ്തിരിക്കുന്നത്? ഇവിടുന്ന് ഫസ്റ്റ് ജമ്പിളിനെ കോൾ ചെയ്തിരിക്കുകയാണ് അല്ലെ. കോൾ ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന ഓർഡർ എങ്ങനെയാണ്? y, x എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇവിടുന്ന് വൈയുടെ വാല്യൂ ആദ്യം കൊടുക്കുക, എക്സിന്റെ വാല്യൂ രണ്ടാമത് കൊടുക്കുക. അപ്പൊ 5, 2 എന്നാണ് ഇവിടുന്ന് കോൾ പോകുന്നത്. അതിന് എന്ത് ചെയ്തു? ഈ ജമ്പിളിന്റെ സൈഡിൽ ഇപ്പൊ രണ്ട് സൈഡായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണേ. ജമ്പിളിന്റെ സൈഡിൽ രണ്ട് വേരിയബിൾസ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അയാളുടെ ലോക്കലാണ്. ഫസ്റ്റ് വരുന്ന വാല്യൂ അയാൾ 5 എന്ന് പറയുന്ന അവിടെ സ്റ്റോർ ചെയ്തു. സെക്കൻഡ് വരുന്ന വാല്യൂ 2 അവിടെ സ്റ്റോർ ചെയ്തു. ഇനി അടുത്ത് എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? എക്സ് ഈക്വൽ ടു അല്ലെ. ഇവിടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. എക്സ് ഈക്വൽ ടു എന്താണ്? 2 × x. 2 × 5 + 2 ഈക്വൽ ടു നമുക്ക് എത്ര വരുന്നത്? 10 + 2 എന്ന് പറയുമ്പോഴത്തേക്ക് 12 വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? അപ്പൊ എക്സിന്റെ വാല്യൂ ഇവിടുന്ന് 5-ൽ നിന്ന് മാറിയിട്ട് 12 ആയി. ആ എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് റിട്ടേൺ ചെയ്ത് ഇവിടുത്തെ വൈയിൽ വരുന്നു. അപ്പൊ വൈയിൽ വരുന്ന വാല്യൂ എത്രയാണ്? 12 ആണ്. ഓക്കെ, ഇനി അപ്പൊ ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? കംപ്ലീറ്റ് ആയിട്ടില്ല, ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണ്. അപ്പൊ നമ്മുടെ മെയിൻ അകത്തെ വൈയില് വാല്യൂ മാറിയിട്ടുണ്ട്. മെയിൻ അകത്തെ വൈയിലെ വാല്യൂ എന്ന് പറയുന്നത് വൈയിലാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വൈയിലെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? 12. എക്സ് മാറിയിട്ടില്ല, x2 ആണ്. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്ത് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനകത്ത് ഉണ്ടായിരുന്ന വേരിയബിൾസ് എല്ലാം അവിടെ വെച്ച് എന്ത് ചെയ്യും? വാനിഷ് ആയി പോകും. ആ ഫംഗ്ഷനകത്തുള്ള വേരിയബിൾസ് അവിടുത്തെ എക്സ് വൈ ആയിരുന്നു, വാനിഷ് ആയി. ഓക്കെ, ഇനി ഇപ്പൊ നമ്മുടെ മെയിൻ്റെ സൈഡിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. മെയിൻ്റെ സൈഡിൽ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ എത്ര? 12. എഗെയിൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവിടുന്ന് ജമ്പിളിനെ വിളിച്ചിരിക്കുകയാണ് അല്ലെ. കൊടുത്തിരിക്കുന്ന ഓർഡർ y, x എന്ന് തന്നെയാണ്. അപ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ്? 12 ആണ്. എക്സിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 12 ആയിരുന്നു, എക്സിന്റെ വാല്യൂ 2. അപ്പോൾ 12, 2 എന്നാണ് ഇവിടുന്ന് കോള് പോകുന്നത്. ഇവിടുന്ന് കോള് പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ലോക്കൽ വേരിയബിൾസ് ക്രിയേറ്റ് ആവും. അവിടുത്തെ ലോക്കൽ വേരിയബിൾസ് ആരൊക്കെയാണ്? അവിടെ റിസീവ് ചെയ്യുന്ന എക്സ് അവിടെ ക്രിയേറ്റ് ആയി. അപ്പൊ എക്സിന് ഫസ്റ്റ് വാല്യൂ ആണ്. ഫസ്റ്റ് വാല്യൂ എത്ര വരുന്നത്? ഇവിടുത്തെ 12 വന്നു. സെക്കൻഡ് വാല്യൂ വൈയിൽ വരും. അവിടെ എത്ര വരും? 2. ഓക്കെ, പിന്നീട് ഇവിടുന്ന് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ എക്സ് കാൽക്കുലേഷൻ ഉണ്ട്. എക്സ് ഈക്വൽ ടു എന്താണ്? 2 × ഇവിടുത്തെ എക്സിന്റെ വാല്യൂ 12 പ്ലസ് വൈയുടെ വാല്യൂ അല്ലെ. വൈയുടെ വാല്യൂ എത്ര? 2 ഈക്വൽ ടു നമുക്ക് എത്ര വരും? 24 + 2 26 വരും. അപ്പൊ ഇവിടുത്തെ എക്സിന്റെ വാല്യൂ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എത്രയായിട്ട് മാറി? 26 ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ അടുത്ത സ്റ്റേറ്റ് എന്താണ്? ഇവിടുന്ന് റിട്ടേൺ അടിക്കുകയാണ്. ഇവിടുന്ന് റിട്ടേൺ അടിക്കുന്ന വാല്യൂ ആണ് ഇവിടെ എവിടെ സ്റ്റോർ ആവുക? എക്സിൽ സ്റ്റോർ ആവുക. അപ്പോൾ ഇവിടുത്തെ എക്സിന്റെ വാല്യൂ 2-ൽ നിന്ന് മാറിയിട്ട് അവിടെ തിരിച്ചു വന്ന വാല്യൂ എത്രയാണ്? 26 അല്ലേ? എക്സിന്റെ വാല്യൂ അല്ലേ വന്നിരിക്കുന്നത്? 26 ആണ് വന്നിരിക്കുന്നത്. അത് ഇവിടെ റിസീവ് ആകും. അടുത്ത അല്ലെ. അപ്പം അത് എന്താണ്? ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി തിരിച്ചെത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ വേരിയബിൾസ് എല്ലാം എന്തായി? നമ്മുടെ ജമ്പിളിനകത്ത് വേരിയബിൾസ് എല്ലാം എന്താണ്? വാനിഷ് ആയിപ്പോയി. ഓക്കെ, ഇനിയിപ്പോ എന്താ ചെയ്തിരിക്കുന്നത്? പ്രിന്റ് % എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാം. എക്സിന്റെ വാല്യൂ ഇപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? 26 അല്ലേ. അപ്പൊ ഔട്ട്പുട്ട് എന്താണ്? 26 എന്നുള്ളതാണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. കുറച്ച് പേർക്ക് 12 വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. 26 ഒത്തിരി പേർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ അത് എങ്ങനെ 26 വന്നെന്നുള്ളത്? ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ക്ലിയർ ആണോ എല്ലാവർക്കും? അവരുടെ റിപ്ലൈ വരുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. ഈ കോഡ് വരുന്നത് പ്രത്യേകിച്ച് നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓപ്ഷൻ ഡി കുറച്ച് പേര് പറയുന്നുണ്ട്. എല്ലാവരും ഓപ്ഷൻ ഡി തന്നെ പറയുന്നു. അപ്പൊ ഇവിടെ എന്താ അവർ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ i = 0 അല്ലെ. അതിന്റെ മീനിങ് എന്താണ്? ഐയുടെ വാല്യൂ എത്രയാണ്? 0. അടുത്ത ഇവിടെ ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫോർ ലൂപ്പിനകത്ത് ചെറിയൊരു കോമഡി ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇനിഷ്യലൈസേഷൻ കൊടുത്തതിലും കുഴപ്പമൊന്നുമില്ല. i<5. ഓക്കെ, i++. അത് കഴിഞ്ഞിട്ട് ഇവരിവിടെ കൊടുത്തിരിക്കുന്ന ഒരു സാധനം കണ്ടില്ല, ഒരു സെമിക്കോളൻ കൊടുത്തു. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ലൂപ്പിന് ബോഡി ഇല്ല, ഇത് ഇവിടെ കിടന്ന് എക്സിക്യൂട്ട് ചെയ്താണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്? സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ലൂപ്പിന്റെ പാർട്ട് അല്ല, സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നത് % i എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയ ഈ ലൂപ്പ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ആദ്യം എത്രയാണ്? ഐയുടെ വാല്യൂ 0, കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ i എന്ത് ചെയ്യും? 1 ആയിട്ട് മാറി, ഇൻക്രിമെന്റ് ആവും അല്ലെ. ലൂപ്പിന് ബോഡി ഇല്ല എന്നുള്ളതാണ്. അടുത്തത് ഐയുടെ വാല്യൂ എന്താകും? 1 ആകും.
അല്ലെ? കണ്ടീഷൻ ട്രൂ ആണ്. 4 വരെ നമുക്ക് പോകാനുള്ള കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഐയുടെ വാല്യൂ എത്രയായിട്ട് മാറി? 2 ആയിട്ട് മാറി. അടുത്തത് അപ്പം ഐയുടെ വാല്യൂ 2 ആയി, കണ്ടീഷൻ ട്രൂ ആണ് അല്ലെ? ഈ കേസ് ട്രൂ ആണ്. അപ്പൊ എന്ത് ചെയ്തു? കണ്ടീഷൻ ട്രൂ ആണ്, ഐ പ്ലസ് പ്ലസ് അല്ലെ? ഇങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നത്. ഈ ഒരു ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യിച്ചാൽ മതി. ഐ എത്രയായിട്ട് മാറി? 3. ഐയുടെ വാല്യൂ 3യിലും കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഐ ഇൻക്രിമെന്റ് ചെയ്ത് ഐ 4 ആകും. അടുത്ത ഐയുടെ വാല്യൂ 4 കണ്ടീഷൻ ട്രൂ ആണ്. ഐ എത്രയിലേക്ക് മാറും? ഐ 5ലേക്ക് മാറും. ഇനി അടുത്തത് ഐ ഈക്വൽ ടു 5 കണ്ടീഷൻ എന്താണ്? ഫാൾസ് ആണ്. അപ്പൊ ലൂപ്പിൽ നിന്ന് എന്ത് ചെയ്തു? എക്സിറ്റ് ചെയ്തു. ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് പ്രിന്റ് പെർസെന്റേജ് ഐ. അപ്പം ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ആ 5 ആണ് എന്ത് ചെയ്യുന്നത്? പ്രിന്റ് ചെയ്ത് കാണിക്കുക. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സെയിം മോഡൽ ക്വസ്റ്റ്യനോ സെയിം ക്വസ്റ്റ്യനോ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിക്കോണം, അതിനകത്ത് സെമിക്കോളൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തോണം. സെമിക്കോളൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലൂപ്പിന്റെ എണ്ണിൽ അത് കമ്പൈലേഷൻ എറർ എല്ലാവരും കുത്താൻ ചാൻസ് ഉണ്ട്. കാര്യം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സിന്റാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സെമിക്കോളൻ കൊടുക്കാതെയാണ് ചെയ്യുക. അപ്പൊ എല്ലാവരും വിചാരിക്കും സെമിക്കോളൻ കൊടുത്ത അവിടെ എററാണ്. ഒരു എററും ഇല്ല. അതൊരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ലൂപ്പിനും ബോഡി ഇല്ല എന്നുള്ള രീതി. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമില്ല എന്നുള്ള കാര്യമാണ് അവരോട് എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നോർമലി എല്ലാവരും ഈ കമ്പൈലേഷൻ എറർ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ക്ലിക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാര്യം അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. ഓക്കെ, ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്റ് ഐ ഈക്വൽ ടു എത്ര കൊടുത്തിരിക്കുന്നത്? 5 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഐ ഈക്വൽ ടു അല്ലെ, നോട്ട് ഐ ഗ്രേറ്റർ ദാൻ 10 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നോട്ട് ഐ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ യൂണറി ഓപ്പറേറ്റർ ആണ് ഈ നോട്ട് എന്നൊക്കെ പറയുന്നത്. ഈ എക്സ്ക്ലമേഷൻ മാർക്ക് അതിൻ്റെ ഒരു ഓപ്പറേറ്റർ വരത്തുള്ളൂ. അതൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടേ ബാക്കിയുള്ളത് എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഐ 5 ആണെങ്കിൽ നമ്മൾ 5നെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ട്രൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ? പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ നോൺ സീറോ വാല്യൂസ് ട്രൂ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയായിരിക്കും വരുന്നത്. ഈ പറയുന്ന നോട്ട് ഐ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 എന്നാണ് വരുന്നത് അല്ലെ? ഐ എന്ന് പറയുന്ന 5 ആണെങ്കിൽ നോട്ട് ഐ എന്ന് പറയുന്നത് എന്താണ്? 5 എന്ന് പറഞ്ഞാൽ ട്രൂ ആണ് അല്ലെ? ദെൻ നോട്ട് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫാൾസ് അല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്? ഫാൾസിനെ നമ്മൾ എത്രയായിട്ട് റെപ്രസെന്റ് ചെയ്ത് 0. അപ്പൊ നമുക്ക് എങ്ങനെ വായിക്കാം? ഐ ഈക്വൽ ടു 0 ഗ്രേറ്റർ ദാൻ 10. ഓക്കെ, 0 ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇതൊരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫാൾസിനെ നമ്മൾ എത്ര വെച്ചാൽ റെപ്രസെന്റ് ചെയ്ത് 0. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ വരുന്ന വാല്യൂ എത്രയാണ്? 0 തന്നെ ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉള്ളിടത്തോളം കാലം എങ്ങനെ വേണമെങ്കിലും ആ ഒരു ഏരിയ ക്വസ്റ്റ്യൻസ് പറയാം. നോട്ട് ആദ്യം നമ്മൾ എടുത്തു. നോട്ട് എടുത്തപ്പോഴത്തെ ഐ 5 അല്ലേ? നോട്ട് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 എന്ന് പറഞ്ഞാൽ ട്രൂ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ ഫാൾസ് ആണ്. അങ്ങനെയാണ് ആദ്യം ഐ എത്രയിലേക്ക് മാറുന്നത്? 5ൽ നിന്ന് 0 ആയി. അങ്ങനെയാണ് ഞാൻ എന്താ ഇവിടെ 0 എഴുതിയിരിക്കുന്നത്. 0 ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഫാൾസിന് നമ്മൾ എത്ര വെച്ചിട്ടാണ്? നമ്പറിൽ പെർസെന്റേജ് 0 വെച്ചിട്ടല്ലേ? അങ്ങനെയാണ് ഈ ലെഫ്റ്റിൽ കിടക്കുന്ന ഐയിലേക്ക് എത്ര വരുന്നത്? 0 വരുന്നത്. ഇവരിവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഐയുടെ വാല്യൂ അല്ലേ? അങ്ങനെയാണ് ആൻസർ എന്ത് വരുന്നത്? സി, ഓപ്ഷൻ സി 0 വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ അതെ അതെ അല്ല, ട്രൂ ആയിരുന്നുണ്ടെങ്കിൽ ഐയിലേക്ക് വരുന്ന വാല്യൂ 1 ആയിരിക്കും. ഇത് ഫാൾസ് ആയതുകൊണ്ട് 0 ആണ് വരുന്നത്. ഈ ക്വസ്റ്റ്യനും ശ്രദ്ധിച്ചൊന്ന് ആൻസർ ചെയ്യണേ. ഓക്കെ, ഓപ്ഷൻ എ ആണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് അല്ലെ? അത് കഴിഞ്ഞിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈ എക്സ് ഓർ അല്ലെ? ഓർ സ്റ്റേറ്റ്മെന്റ് ആണ്, നോട്ട് എക്സ്. അപ്പൊ നോക്കി, ഇവിടെ ആദ്യം ഈ പറയുന്ന ഓർ വരുന്ന സമയത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് പോയാൽ മതി. അപ്പൊ ഇവിടെ എക്സ് അല്ലെ? എക്സിന്റെ വാല്യൂ എത്ര? 0 ആണ്. 0 എന്ന് പറയുന്നത് എന്താണ്? ഫാൾസ്. ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? നോട്ട് എക്സ്. എക്സ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിനെ പറയുന്ന ഒരു ഫാൾസ് എന്നാണ് പറയുന്നത്. അപ്പൊ നോട്ട് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോട്ട് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും അല്ലെ? ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫാൾസ് ഓർ
ട്രൂ എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം അല്ലെ. നമുക്കറിയാം ഓറിന്റെ കേസിൽ ആരെങ്കിലും ഒരാളെ ട്രൂ വന്നു കഴിഞ്ഞാൽ എൻ്റെ റിലേഷൻ എന്തായിട്ട് മാറും? ട്രൂ ആയിട്ട് മാറും. അപ്പം ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്നത് ട്രൂ ആണ് കിട്ടിയിരിക്കുന്നത്. വെച്ചാൽ ഈ ഒരു എക്സ്പ്രഷൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ട്രൂ പാർട്ടല്ല വർക്ക് ചെയ്യുന്നത്, എൽസ് പാർട്ടല്ല അല്ലെ, ഇഫിന്റെ പാർട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ എന്നാണ്. അങ്ങനെയാണ് ഓപ്ഷൻ ഏത് വരുന്നത്? ഓപ്ഷൻ എ ട്രൂ എന്ന് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യണം എക്സാമിന്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. ഓക്കെ, എനിക്കൊരു ഓപ്ഷൻ സി ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ എസ് എന്ന് പറയുന്ന അറേ അല്ലെ, സ്ക്വയർ ബ്രാക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എസ് എന്ന് പറയുന്ന അറേക്കകത്തേക്ക് അവർ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേർഡ് നോക്കിയ സി പ്രോഗ്രാം ആണ് അല്ലെ. അപ്പം ഇൻഡെക്സ് 0-ൽ ഒരു ക്യാപിറ്റൽ സി വരുന്നുണ്ട്. ഇൻഡെക്സ് 1-ൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. സ്പേസ് ഒരു ക്യാരക്ടർ തന്നെയാണ്. കാര്യം നമ്മൾ ക്യാരക്ടർ സെറ്റ് പഠിച്ചപ്പം പറഞ്ഞതാണ് അല്ലെ, 4 കാറ്റഗറീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഡിജിറ്റ്സ്, ലെറ്റേഴ്സ് അല്ലെ, സ്പേസസ് വരുന്നുണ്ടായിരുന്നു, വൈറ്റ് സ്പേസസ് അല്ലെ, അതും ക്യാരക്ടർ തന്നെയാണ്. പിന്നെ എന്തായിരുന്നു ഈ പറയുന്നത് തന്നെ എന്താണ് നമുക്ക് അവസാനം വരുന്ന സ്പെഷ്യൽ സിംബൽസ് വരുന്നുണ്ടായിരുന്നു. 0-ൽ സി, 1-ൽ സ്പേസ്, 2-ലാണ് എന്ത് വരുന്നത്? പി വരുന്നത്. 3-ൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ R, 4-ൽ വരുന്നത് O അല്ലെ, 5-ൽ വരുന്നത് G, 6-ൽ വരുന്നത് R, 7-ൽ വരുന്നത് A, 8-ൽ വരുന്നത് M അല്ലെ, 9-ൽ വരുന്നത് എന്താണ്? /0. ഇനി അവർ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അല്ലെ, പെർസെന്റേജ് സി ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാരക്ടർ ആണ് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലെ. എവിടെ നിന്നാണ് പേരാണ് പ്രിന്റ് ചെയ്യേണ്ടത്? SO2-ലെ കണ്ടാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ SO2-ലെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് അല്ലെ പി ആണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ സ്പേസ് കറക്റ്റ് ആയിട്ട് അറിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വരരുത്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്തേക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സാറേ ഇത് ബ്രാക്കറ്റിലൊന്നും കൊടുക്കണ്ടേ? അത് കോഴ്സിൽ കൊടുത്താൽ മതിയോ സ്ട്രിംഗ് ആകുമ്പോൾ? ഏതാണ്? ഇതോ? കോഴ്സ് കൊടുത്താൽ മതി. കോഴ്സ് കൊടുത്താൽ മതി. അതൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. കോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവസാനം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നൽ ക്യാരക്ടർ കൊണ്ട് ചേർത്തായി സ്റ്റോറിംഗ് ഒക്കെ പറഞ്ഞു തന്നെയല്ലേ. രണ്ട് രീതിയിൽ, അതെ അതെ, രണ്ട് രീതിയിൽ അത് കൊടുക്കാനായിട്ട് പറ്റും. ഡബിൾ കോഴ്സിൽ തന്നെ കൊടുക്കണം, എങ്കിൽ അത് സ്ട്രിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. ഇത് ഓപ്ഷൻ ബി പറയുന്നുണ്ട്, 1 എന്ന് പറയുന്നുണ്ട്, ഓപ്ഷൻ സി പറയുന്നുണ്ട്, ഓപ്ഷൻ ഡി പറയുന്നുണ്ട്, ഓപ്ഷൻ എ മാത്രമേ മിസ്സിംഗ് ഉള്ളൂ, ബാക്കിയെല്ലാം വരുന്നു. ഓപ്ഷൻ സി, A1. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് കിട്ടും. അപ്പൊ ഇവിടെ ഒരു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് എക്സിനകത്തേക്ക് 5, വൈക്കകത്തേക്ക് 0, ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെ. അടുത്തത് ഒരു എക്സ്പ്രഷൻ ആണ്. അപ്പൊ അവരെങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഈ അല്ലെ എക്സ് ആൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് y ++ അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ നമ്മൾ വേറെ ഒരു വേരിയബിളിനകത്തേക്ക് എടുക്കുക. ഞാൻ എഴുതി അതിന് വേറെ പി. പി എന്താന്ന് ചോദിച്ചാൽ എന്റെ ആൻസർ ഇതാണ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? y++. ഓക്കെ, ഇനി ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രിന്റ് എ മാത്രമാണ് ഏതിന്റെ പാർട്ടായിട്ട് വരുന്നത്? പ്രിന്റ് എ എന്നുള്ളതാണ് നമുക്ക് ഏതിന്റെ പാർട്ടായിട്ട് വരുന്നത്? ഇഫിന്റെ പാർട്ടായിട്ട് വരുന്നത്. അതേസമയം പ്രിന്റ് അല്ലെ പെർസെന്റേജ് ഡി വൈ എന്ന് പറയുന്ന ലൂപ്പിന്റെ പാർട്ടല്ല. കാര്യം എന്താണ്? ബ്രാക്കറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം ബ്രാക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇഫ് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ? ഇഫിന്റെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ എന്താ വരേണ്ടത്? എക്സ് അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഓക്കെ, 5 എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം നോൺ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ട്രൂ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം എക്സിന്റെ സ്ഥാനത്ത് ഈ സൈഡ് എന്ത് വന്നു? ട്രൂ വന്നു. അപ്പോൾ ഓർ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ഇവാലുവേഷൻ നിർത്തായിരുന്നു. പക്ഷെ ഇവിടെ ആൻഡ് ആയതുകൊണ്ട് ഫാൾസ് ആണെങ്കിൽ നിർത്തായിരുന്നു. പക്ഷെ ട്രൂ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ രണ്ടാമത്തെ ആളെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. അവിടെ എന്താ വരുന്നത് നോക്കണം. അപ്പൊ അവിടെ എന്താണ്? പി ഈക്വൽ ടു എന്താണ്? y++. നമുക്കറിയാം ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? പി ഈക്വൽ ടു വൈ അല്ലെ. സെക്കൻഡ് വൺ എന്താണ്? y ഈക്വൽ ടു y+1. അപ്പം പി ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ പിയുടെ സ്ഥാനത്ത് എന്താണ്? വൈയുടെ വാല്യൂ സ്റ്റോർ ചെയ്യുക. വൈ എത്രയാണ്? 0. അത് കഴിഞ്ഞിട്ടാണ് y എത്രയിലേക്ക് മാറുന്നത്? 1. അപ്പൊ ഇവിടെ y 1 ആയിട്ട് മാറി. അതേസമയം പിയുടെ സ്ഥാനത്ത് വരുന്നത് എന്താണ്? 0. 0 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നത്? ഫാൾസ് അല്ലെ. നോൺ സീറോ ആണ് നമുക്ക് ട്രൂ, 0 എന്താണ്? ഫാൾസ് ആണ്.
അപ്പൊ ട്രൂ ആൻഡ് ഫാൾസ്, ആൻഡിന്റെ കേസിൽ ആരെങ്കിലും ഒരാൾ ഫാൾസ് വന്നാൽ എന്റെ റിലേഷൻ എന്താണ്? ഫാൾസ് ആണ്. അപ്പം ഇത് മൊത്തത്തിൽ എന്തായിട്ട് ആക്ട് ചെയ്യും? ഫാൾസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇഫിനകത്ത് കയറത്തില്ല, പകരം എന്താണ്? പ്രിന്റ് പെർസെന്റേജ് വൈ ആണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ വൈയുടെ വാല്യൂ ഇപ്പൊ എത്ര നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന 1. അപ്പൊ ആൻസർ എത്രയാണ്? 1. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വൈയില് ആദ്യമുള്ള വാല്യൂസ് മാത്രമേ എടുക്കത്തുള്ളൂ എന്നെ സാറേ? അല്ല, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഞാൻ ഇവിടെ ഇത് മാറ്റി എഴുതിയായിരുന്നു. എക്സിന്റെ വാല്യൂ ആദ്യത്തെ സ്റ്റെപ്പിൽ എക്സിന്റെ വാല്യൂ 5 വൈയുടെ വാല്യൂ 0 അല്ലേ? അത് കഴിഞ്ഞിട്ട് ഈ എക്സ് ആൻഡ് വൈ പ്ലസ് പ്ലസ് ഞാൻ പി എന്ന് എഴുതി. കാര്യം എനിക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. പി എന്താന്ന് വെച്ചാൽ പി നമുക്ക് എന്തിനു വരെ നമ്മൾ എഴുതിയത്? പി ഈക്വൽ ടു എന്താണ്? വൈ പ്ലസ് പ്ലസ് അല്ലേ? അല്ലേ? ഇനി നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്ന ആരാണ്? എക്സിനാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. എക്സിന്റെ വാല്യൂ എത്രയാണ്? 5. 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രൂ അല്ലേ? അപ്പൊ ട്രൂ ആണ്. ആൻഡിന്റെ ലെഫ്റ്റ് സൈഡ് ട്രൂ കിട്ടി. അപ്പം നമ്മൾ അവിടെ വെച്ച് നിർത്തരുത്. കാര്യം നമുക്കൊരു ഫാൾസ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് മൊത്തത്തിൽ ഫാൾസ് ആയി പോയതിന് അടുത്തത് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ട്രൂ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻഡിന്റെ റൈറ്റ് സൈഡും കൂടി ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ റൈറ്റ് സൈഡിൽ എന്താ നിൽക്കുന്നത്? പി കിട്ടണം അല്ലെ? പി. അപ്പം പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടിയിരിക്കുന്നത്? പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഈക്വൽ വൈ പ്ലസ് പ്ലസ് ആണ്. അപ്പൊ 2 സ്റ്റെപ്പിലാണ് നടക്കുക. പി ഈക്വൽ ടു വൈ. അങ്ങനെ പി എത്ര വരും? 0. അതിന്റെ കൂടെ എന്ത് നടക്കുന്നുണ്ട്? വൈ ഈക്വൽ ടു വൈ പ്ലസ് 1. അപ്പൊ വൈ എത്രയിലേക്ക് മാറി? 1ലേക്ക് മാറി. ഓക്കെ അല്ലേ? അപ്പൊ പിയുടെ സ്ഥലത്ത് എത്ര വന്നിരിക്കുന്നത്? 0. 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഫാൾസിനെല്ല റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ട്രൂ ആൻഡ് ഫാൾസ് എന്ന് പറഞ്ഞ റിസൾട്ട് എത്ര വരുന്നത്? ഫാൾസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇഫിനകത്ത് കയറുന്നില്ല, പകരം നേരെ എവിടേക്ക് വരുവാണ്? ഇഫിന് പുറത്തേക്ക് വരുവാണ്. പുറത്തേക്ക് വരുമ്പോൾ അവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്താണ്? പ്രിന്റ് പെർസെന്റേജ് വൈ അല്ലേ? വൈയുടെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? 1 അല്ലേ? അങ്ങനെയാണ് ഓപ്ഷൻ. അവിടെ ഇപ്പൊ നമുക്ക് വൈ പ്ലസ് പ്ലസിന് പകരം പ്ലസ് പ്ലസ് വൈ ആയിട്ടാണെങ്കിൽ ആൻസർ ചേഞ്ച് വരില്ലേ? വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് പ്ലസ് വൈ ആണെന്നുണ്ടെങ്കിൽ ഇവാലുവേഷൻ പറഞ്ഞ എങ്ങനെയാണ്? ഫസ്റ്റ് ഇൻക്രിമെന്റ് പിന്നല്ല അസൈൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്ത് സംഭവിക്കും? വൈ ഈക്വൽ ടു വൈ പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ വൈ എത്ര ആയിട്ട് മാറി? 1. അടുത്ത സ്റ്റെപ്പിലാണ് എന്ത് സംഭവിക്കുന്നത്? പി ഈക്വൽ ടു വൈ. അങ്ങനെയാണെങ്കിൽ പി ഈക്വൽ ടു എത്രയാണ്? 1 അല്ലെ? 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് വരുന്നത്? ട്രൂ അല്ലേ? അപ്പൊ ഇത് ട്രൂ ആൻഡ് ട്രൂ എന്ന് പറയുമ്പോൾ റിലേഷൻ എന്താണ്? ട്രൂ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇഫിനകത്ത് കയറും. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യും? എ എന്ന് പ്രിന്റ് ചെയ്യും, ദെൻ 1 എന്ന് പ്രിന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു. ഓക്കെ ആണോ? സർ. അപ്പൊ അത് നോട്ട് ചെയ്തോണം. അത് കൂടുതലും ഈ പറയുന്ന പോസ്റ്റ് ഇൻക്രിമെന്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളെ തെറ്റിക്കാനുള്ള പോസിബിലിറ്റി വരുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മാത്രം എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഓക്കെ, തെറ്റിപ്പോകാതിരിക്കാനാണ് ഞാൻ വേറൊരു വേരിയബിൾ അവിടെ എഴുതാൻ പറയുന്നത്. അതാകുമ്പോൾ തെറ്റില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. ഓക്കെ, ഓപ്ഷൻ എ പറയുന്നുണ്ട്, ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻ സി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോ. നമുക്ക് ഈ പറയുന്ന സ്വിച്ച് നമുക്ക് പലപ്പോഴും പണി തരുന്ന പാർട്ടാണ്. എളുപ്പമാണ് നമുക്ക് തോന്നും പക്ഷേ ചില സിറ്റുവേഷനിൽ അവന് എന്ത് ചെയ്യും? പണി തരും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഡ് എക്സ് ഈക്വൽ ടു, നമ്മൾ എഴുതി എക്സിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഇനി അടുത്ത എന്താണ്? സ്വിച്ച് എക്സ് അല്ലെ? അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പൊ 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസിലേക്ക് നമ്മൾ വന്നു. ഇവിടെയാണ് വന്നത്. കാര്യം അങ്ങനെ ഒരു കേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡിഫാൾട്ട് ആയിരുന്നു. അങ്ങനെ ഒരു കേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയുള്ള കേസുകൾ ഏതൊക്കെയാണ്? 1, ഡിഫാൾട്ട്, 2. അപ്പൊ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്ന കേസ് ഏതാണ്? നമ്മുടെ എക്സിനെ അല്ലെ സ്വിച്ച് ചെയ്തിരിക്കുന്ന, എക്സിന്റെ വാല്യൂ എത്രയാണ്? 2. അപ്പൊ സാറ്റിസ്ഫൈ ചെയ്ത കേസ് ഏതാണ്? ഈ പറയുന്ന നമുക്ക് തന്നെ 2 ആണ്. അപ്പം 2ന്റെ പാർട്ടായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. അതിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? പ്രിന്റ് പെർസെന്റേജ് അല്ലെ? എ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് വന്നു? എ വന്നു. ഇനി നിങ്ങൾക്കറിയാം, സ്വിച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ആക്ച്വലി ഫാൾ ത്രൂ ആണ് നടക്കുന്നത്. എന്നുവെച്ചാൽ ഏതാണോ കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അവിടുന്ന് താഴോട്ടുള്ളത് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ബ്രേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തിറങ്ങി പോകും. ബ്രേക്ക് ഇല്ലെങ്കിൽ തൊട്ട് താഴത്തെ കേസുകൾ മേളിലേക്ക് നോക്കുകയോ ചെയ്യരുത്. ഇവിടെ ഡിഫാൾട്ട് കിടക്കുന്ന മേളിലാണ് കിടക്കുന്നത്. ഓക്കെ, മേളിലേക്ക് നോക്കുകയോ ചെയ്യരുത്, താഴേക്ക് മാത്രം നോക്കുക. അപ്പം ഇവിടെ ഇനി വേറെ ഒരു സ്റ്റേറ്റ്മെന്റുകളും എന്തിനകത്ത് വരുന്നില്ല? സ്വിച്ചിനകത്തൊന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആകെ പ്രിന്റ് ചെയ്ത് എന്ത് മാത്രമാണ്? എ മാത്രമാണ്. ക്ലിയർ ആണോ? അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ശ്രദ്ധിക്കണം, പണി കിട്ടുന്ന സൈഡാണ്. സർ ഇവിടെ കേസ് 1 പിന്നെ ഡീഫോൾട്ട് ഇല്ല സർ. അപ്പൊ ഡീഫോൾട്ട് വർക്ക് ചെയ്യില്ലേ?
ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു സിറ്റുവേഷൻ ഞാൻ നേരത്തെ അന്ന് പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഫോൾ ത്രൂ എന്നാണ് നമ്മൾ അതിനെ പറയുക. എവിടെയാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അവിടുന്ന് താഴേക്കേ നോക്കാം. ഡിഫാൾട്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം, അതിന് പ്രശ്നമൊന്നുമില്ല. സാറ്റിസ്ഫൈ ചെയ്യുന്നിടത്ത് മുതൽ താഴേക്കാണ്. അതേസമയം ഇപ്പൊ ഇവിടെ ഞാൻ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസ് എക്സിന്റെ വാല്യൂ 1 ആണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെയാ വരുന്നത്? സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസ് 1 ആണ് അല്ലെ, 1 സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അവിടെ സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല, അവിടെ ബ്രേക്കും ഇല്ല. അതുകൊണ്ട് അടുത്ത കേസിലേക്ക് വന്നു. അടുത്ത തൊട്ട് താഴെയുള്ള കേസ് ഏതാണ്? ഡിഫാൾട്ട്. അപ്പൊ അതിൽ നിന്ന് എന്ത് പ്രിന്റ് ചെയ്യും? ബി. അവിടെയും ബ്രേക്ക് ഇല്ല, അപ്പൊ അതിന്റെ തൊട്ട് താഴത്തെ കേസിലെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും എ. ഇനി അവിടെ താഴേക്കൊന്നുമില്ല, അപ്പം 1 ആയിരുന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരുന്നു? ബി എ. ഇനി അതേസമയം എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 5 ആണെന്ന് നോക്കുക. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസ് ഏതാണ്? നമുക്ക് 3 കേസ് അവിടെ കൊടുത്തിരിക്കുന്നത്, 1, 2 ഡിഫാൾട്ട്. അപ്പൊ സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസ് ഏതാണ്? ഡിഫാൾട്ട് അല്ലെ. അപ്പം ഡിഫാൾട്ടിലെ സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം ഡിഫാൾട്ടിലെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ബി വരും. ഓക്കെ, അവിടെ ബ്രേക്ക് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴേക്ക് ഇറങ്ങുക. തൊട്ട് താഴേക്ക് എന്താ നടക്കുന്നത്? അടുത്ത കേസിൽ എന്താണ്? 2 ആണ്, കേസ് 2 ആണ്. അവിടുത്തെ വാല്യൂ എന്ത് പ്രിന്റ് ചെയ്യും? എ. അങ്ങനെ ആ കേസിൽ എന്താണ്? ബി എന്ന് പ്രിന്റ് ചെയ്യും. ക്ലിയർ ആണോ? നിങ്ങൾ മേളിലേക്ക് നോക്കുകയും ചെയ്യരുത്. എവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് താഴേക്ക് മാത്രമേ എക്സിക്യൂട്ട് ചെയ്ത് പോകുള്ളൂ. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ എന്ത് വരുന്നത്? എ എന്ന് മാത്രം വേണ്ടി. സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസ് ഉണ്ടായിരുന്നു, കേസ് 2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ അതിൽ നിന്ന് താഴേക്ക് ഡിഫാൾട്ട് എവിടെ കിടക്കുന്നതൊന്നും നിങ്ങൾ നോക്കരുത്. അതിൽ നിന്ന് താഴേക്ക് ഏതെങ്കിലും കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എക്സിക്യൂട്ട്, ബ്രേക്ക് ഇല്ലെങ്കിൽ, ബ്രേക്ക് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം. ഓക്കെ ആണോ? ഫസ്റ്റ് കേസ് ഓപ്ഷനിലോട്ട് മാത്രം പോകും അല്ലേ? അങ്ങനെയല്ലേ? മാത്രം പോവാ. അതെ. ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ എത്ര വരുന്നത്? 2. അങ്ങനെ ഒരു കേസ് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലെ സ്റ്റേറ്റ്മെന്റിനെ എക്സിക്യൂട്ട് ചെയ്യുക. അതിലെ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? പ്രിന്റ് ഓഫ് എ. പിന്നീട് നിങ്ങൾ നോക്കേണ്ടത് ആ കേസിൽ ബ്രേക്ക് ഉണ്ടോ എന്ന് നോക്കുക. ബ്രേക്ക് ഉണ്ടെങ്കിൽ അവിടെ വരെ മതി. ബ്രേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ തൊട്ട് താഴത്തെ കേസ്. ഓക്കെ, അപ്പൊ ഇവിടെ തൊട്ട് താഴെ കേസുകളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വിച്ചിൽ നിന്ന് പുറത്തു പോവുക ചെയ്യുന്നു. പുറത്തു പോകും അല്ലേ? അതെ. ഇനി വേറൊരു സിറ്റുവേഷൻ കൂടെ പറയട്ടെ. ഇപ്പൊ ഇവിടെ വേറൊരു കേസും കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഇവിടെ ഒരു കേസ് 3 ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഇവിടെയാണ് കൊടുത്തത് കേസ് 3. എന്നിട്ട് അവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തത് പ്രിന്റ് ഓഫ് സി എന്നാണ്. ഇപ്പൊ ഔട്ട്പുട്ട് എന്താ വരുന്നത്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാം, നമുക്ക് മനസ്സിലായത് വെച്ചിട്ട്. എന്താണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായത് വെച്ചിട്ടൊന്നുമില്ല. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നിടത്ത് താഴേക്ക് നോക്കിയാൽ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത കേസ് 2 ആണ്. അപ്പൊ അവിടുത്തെ വാല്യൂ ആയിട്ടുള്ള എന്ത് പ്രിന്റ് ചെയ്യും? എ പ്രിന്റ് ചെയ്യും. പിന്നീട് താഴേക്ക് നമ്മൾ നോക്കും, അവിടെ ബ്രേക്ക് ഇല്ല. അത് കാരണം താഴത്തെ കേസ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അത് ഡിഫാൾട്ട് ആകാതിരിക്കും. ഡിഫാൾട്ട് ഒക്കെ ചിലപ്പോൾ മേളിൽ ഫസ്റ്റ് കേസ് ആയിട്ട് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, അതൊന്നും ഇഷ്യൂസ് അല്ല. അപ്പൊ നമ്മൾ എവിടെയാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അവിടുന്ന് താഴേക്ക് നോക്കാം. അതിനാണ് നമ്മൾ ഫോൾ ത്രൂ എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ എ സി എന്നായിരിക്കും. സോ താങ്ക് യു.